ഹലോ ഫ്രണ്ട്സ്, ഹായ്. ഞാൻ രമ ഫൈ, റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് ജെസീസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ആർമിയിൽ നിന്നും ധീരതയ്ക്കുള്ള രാഷ്ട്രപതിയുടെ പുരസ്കാരം നേടിയ റിട്ടയർഡ് കേണൽ സജീവ് സാറിൻ്റെ 2.25 ഏക്കറിലുള്ള വിദേശ പഴത്തോട്ടത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ. ഡിയർ ഫ്രണ്ട്സ്, തോക്ക് പിടിച്ച കരങ്ങൾ തൂമ്പ പിടിക്കുന്ന അത്യപൂർവമായ കാഴ്ച കാണാൻ നമുക്ക് അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലേക്ക് പോകാം. ഹലോ സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സുഖമാണോ സാർ? സുഖം സാർ. ഓക്കെ. ഇന്ത്യൻ ആർമിയിൽ നിന്നും റിട്ടയർ ചെയ്ത സജീവ് സാറിനെ നമുക്ക് പരിചയപ്പെടാം. ഹലോ ടീച്ചറെ. ഓക്കെ സാറ്. ഞാൻ ഇന്ത്യൻ ആർമിയിൽ 32 വർഷം സർവീസ് ചെയ്തിട്ട് കേണൽ റാങ്കിൽ നിന്നാണ് റിട്ടയർ ചെയ്തത്. 1 ഡേ റിട്ടയർമെൻറ്റ് എടുത്തത്. റിട്ടയർമെൻറ്റ് എടുക്കുന്നത് ഞാൻ ലുധിയാനയിൽ വെച്ചിട്ടാണ്. ലുധിയാന റിക്രൂട്ടിംഗ് ഓഫീസറായിരുന്നു, അവിടെ നിന്നാണ് ഇറങ്ങിയത്. അതിനിടയ്ക്ക് ഞങ്ങൾ കാർഗിൽ സെക്ടറിലുണ്ടായിരുന്നു. കാർഗിൽ സെക്ടറിൽ 2002-2004 ടൈമിലുണ്ടായിരുന്നു. അന്നത്തെ ഒരു ഓപ്പറേഷനിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഗാലൻറി അവാർഡും കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഇവിടെ 2022 നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. കൃഷിയും അതിനോടൊപ്പം കുറച്ച് കോഴി വളർത്തലും എല്ലാം കൂടെ ഉണ്ട്. കൃഷി മൾട്ടി ക്രോപ്പാണ് ഇതിനകത്തുള്ളത്. മൾട്ടി ഫ്രൂട്ട്സ് ആണുള്ളത്. ക്രോപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ആണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ അതിനോടൊപ്പം ബൾക്കായിട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. കൃഷിയോടൊപ്പം അനുബന്ധമായി മറ്റെന്തെങ്കിലും സാർ ചെയ്യുന്നുണ്ടോ? ടീച്ചറെ, കൃഷിയോടൊപ്പം നമുക്ക് ഉള്ളത് മെയിനായിട്ടുള്ളത് കോഴി വളർത്തലാണ്. കോഴി 2 തരത്തിലുള്ള കോഴികളുണ്ട്. പിന്നെ ഗ്രാമശ്രീ കോഴികളുണ്ട്, അതുപോലെ തന്നെ BV380 ഉണ്ട്. ഇവരെ തുറന്നു വിട്ടാണ് വളർത്തുന്നത്. അടച്ചിട്ട് കേജിങ് സിസ്റ്റത്തിലല്ല, ഓപ്പൺ എയറിൽ അവർ അയ്യത്ത് പോയി കൊത്തിപ്പറക്കി തിന്നും. അതിൻ്റെ കൂടെ നമ്മൾ തീറ്റ കൊടുക്കുക. ആ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ. ഇത് BV380 കോഴികളാണ് കൂടുതലുള്ളത്. BV380യുടെ കൂടെ ഗ്രാമശ്രീയുടെ ആൾക്കാരും ഉണ്ടാവും. ഇവർക്ക് ഉള്ള പ്രത്യേകത എന്താ? ഇവര് മുട്ടയുടെ എണ്ണം കൂടുതലാണ്. ഒരു വർഷം സാധാരണ ഒരു 300-350 മുട്ട ഇടുമെന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം ഒരു 300-ൽ കൂടുതൽ മുട്ട എന്തായാലും ഉണ്ടാവും. പിന്നെ കേജിങ് സിസ്റ്റത്തിലെല്ലാം ആയാൽ മുട്ട കൂടും. പക്ഷെ ഓപ്പൺ ആയാൽ കുറച്ച് മുട്ട കുറയുമെന്ന് പറയുന്നത്. പക്ഷെ അവര് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ്, നല്ല ആരോഗ്യത്തിലാണ്. തുറന്നു കിടക്കുന്നതുകൊണ്ട് എപ്പോഴും നല്ല ആരോഗ്യത്തിലാണ് വരുന്നത്. അത് ഇതാണ് ഗ്രാമശ്രീ കോഴി, പൂവൻ കോഴി. ഗ്രാമശ്രീക്കാരുണ്ട്. എത്ര കോഴികളുണ്ട് ഇതിന്റെ? എല്ലാം BV380 ഇപ്പോൾ ഒരു 140ഓളം കോഴിയുണ്ട്. 140. പുതുതായിട്ട് സാറേ കോഴി കൃഷി ചെയ്യുന്ന ഒരാൾക്ക് പറ്റിയ കോഴി ഏതാണ് സാർ? BV380. കാരണം അതിന്റെ തീറ്റ പൊതുവെ അളവ് കുറവാണ്. തീറ്റ കുറവാണ്. അതോടൊപ്പം തന്നെ മുട്ടയുടെ കൂടുതലാണ്. അതേസമയം ഗ്രാമശ്രീ ആണെങ്കിൽ തീറ്റ കൂടുതൽ കഴിക്കും. മുട്ട കുറവെന്നല്ല പറയുന്നത്, പക്ഷെ മുട്ട ഉണ്ടെങ്കിലും ഇത്രയും കഴിക്കില്ല അവർ. തീറ്റ കഴിക്കത്തില്ല. വളർത്താൻ ഏറ്റവും നല്ലത് BV3. പക്ഷെ BV380 നമ്മൾ തുറന്നുവിട്ട് വളർത്താമെങ്കിൽ തനി നാടൻ കോഴിയായിട്ട് തന്നെ വളർത്തിയെടുക്കാം. അത് ഗ്രാമശ്രീ കോഴികളാണ്. അതിന്റെ കൂടെ BV380കളും ആൾക്കാരും കയറും. ഉണ്ട്. കാണാൻ നല്ലൊരു കാഴ്ചയല്ലേ? തീർച്ചയായിട്ടും. മാത്രമല്ല ഇവര് നമ്മളോട്ട് ഇണങ്ങി കഴിഞ്ഞാൽ നല്ല ഫ്രണ്ട്ലിയാണ്. ഭയങ്കര ഫ്രണ്ട്ലിയാണ് അവര്. ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ തോളത്തൊക്കെ ചടിക്കറിയിരിക്കും. തീർച്ചയായിട്ടും ആസ്വദിക്കുകയാണ്. ഇപ്പൊ ടൈം ഇല്ല എന്നൊരവസ്ഥയിലേക്ക് മാറി. അപ്പൊ അത് മാത്രമല്ല, ഇപ്പൊ മുട്ടയിടാനുള്ളവർ തിരിച്ച് കയറുവാണ്. ഈ കയറി പോകുന്നവരെല്ലാം മുട്ടയിടാനുള്ളവരാണ് കയറുന്നത്. അതാ അവര് വെയിറ്റ് ചെയ്യുന്നത്. ഇനി അവർക്ക് ഭക്ഷണം ഇവിടെ വെച്ചിരിക്കും. ഇല്ല, അവര് ഇറങ്ങി കഴിച്ചോളാം. മുട്ടയിട്ട് ഇറങ്ങി വന്നിട്ട് കഴിച്ചോളാം. കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ പലരും തിരിച്ചു കയറി പോകുന്നവരല്ല മുട്ടയിടാനുള്ള. അപ്പൊ സാറേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ കോഴി വളർത്തല് ലാഭകരമാണോ സാർ? ആണ്, തീർച്ചയായിട്ടും ആണ്. കോഴി വളർത്തൽ ലാഭമാണ്. പക്ഷെ കുറെ കൂടെ നമ്മൾ ഒന്നിലും ഒരു എണ്ണത്തിൽ കൂട്ടണം. അറ്റ്ലീസ്റ്റ് ഒരു 300-ന് മുകളിലോട്ട് എണ്ണം വേണം. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ലാഭമാണ്. അപ്പൊ തൊഴിലില്ലാതെ നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് ചെയ്യാവുന്ന ഒരു ഇനിഷ്യൽ മുതൽ മുടക്കുണ്ടെന്നുള്ളേ ഉള്ളൂ. അത് കഴിഞ്ഞാലുള്ളത് ലാഭം തന്നെയാണ്. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുവാണെങ്കിൽ അത് നല്ല ലാഭത്തിലേക്ക് പോകാം. ഇനി നമുക്ക് വിദേശ പഴങ്ങളെ സാറേ, എത്ര വെറൈറ്റികൾ മൊത്തത്തിൽ? വിദേശ വെറൈറ്റികൾ കുറേ ഉണ്ട്. കുറേ എണ്ണം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 19 വെറൈറ്റി കൂടുതൽ ഉണ്ടാവും ഇവിടെ. നമുക്ക് അവയൊക്കെ ഒന്ന് കണ്ടാലോ? തീർച്ചയായിട്ടും. അത് കൂടാതെ വിദേശികളല്ലാതെ സാർ എന്തൊക്കെ? നാടൻ മാവുകളുണ്ട്. മാവ് നാടനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നാടൻ പ്ലാവുകളുണ്ട്. ഇത് ഏത് പഴച്ചെടിയാണ്? ഇത് മിൽക്ക് ഫ്രൂട്ട് ആണ്. അപ്പൊ ഇത് വച്ചിട്ട് ഏകദേശം 2 വർഷമായി. ഈ മിൽക്ക് ഫ്രൂട്ട് എന്ന് പറയാൻ കാരണം ഇത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കട്ട് ചെയ്യുന്ന പിന്നെ
ഇരുമ്പിലോ അല്ലെങ്കിൽ നൈഫിലൂടെ അതിന്റെ മിൽക്ക് ഇങ്ങനെ ഒഴുകി വരും. അതുകൊണ്ടാണ് ഇതിന് മിൽക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിന്റെ പൂ വന്നു തുടങ്ങിയിട്ടുണ്ട്. പൂ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ആദ്യത്തെ പൂവാണ് വരുന്നത്. അതിന്റെ എങ്ങനെ വരുന്നു എന്നറിയണം. എന്തായാലും പൂവ് നന്നായിട്ട് നല്ല രീതിയിൽ ഇപ്പൊ പൂ ഇപ്രാവശ്യം വേണ്ടിയിട്ടുണ്ട്. 2 വർഷമേ ആയിട്ടുള്ളൂ. 2 വർഷമായിട്ടുള്ളൂ. സാർ ഫാം തുടങ്ങിയിട്ട് 2 വർഷം. അതെ 2 വർഷമാണ്. ഇത് റൊള്ളീനിയ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ഇത് മുള്ളാത്തയുടെ വിഭാഗത്തിൽ വരുന്നതാണ്. വലിയ ഫ്രൂട്ട്. ഇപ്പൊ 2ാം വർഷമാണ് കായ്ക്കുന്നത്. ആദ്യത്തെ വർഷം കായ്ച്ചിരുന്നു, കഴിഞ്ഞ വർഷം ഇത് കായ്ച്ചിരുന്നു. മഞ്ഞ നിറത്തിലുള്ള. അതെ പഴുത്ത് കഴിയുമ്പോഴത്തേനും മഞ്ഞ നിറമാവുക. ഇതിന്റെ രസം എന്ന് പറയുന്നത് ഇതിന്റെ പൾപ്പ് നല്ല ടേസ്റ്റ്, നല്ല എക്സ്ട്രാ ടേസ്റ്റ് എന്ന് പറയാം. അത്രയും മധുരമുള്ള സാധനമാണ് ഇത്. കഴിച്ചോണ്ടേയിരിക്കും. ഇത് നമ്മൾ പുറത്ത് മാർക്കറ്റിംഗ് ചെയ്തിട്ടില്ല ഇതുവരെ. മാർക്കറ്റ് ഉണ്ട്, നമ്മൾ മാർക്കറ്റ് ചെയ്തിട്ടില്ല. പിന്നെ വേറൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് കച്ചവടം നടക്കണം. പഴുത്തു പോകും. ഇത് കായായി തുടങ്ങി. രണ്ടാമത്തെ ലോട്ടാണ് വരുന്നത്. ഉണ്ട് മുകളിലൊക്കെ കായുണ്ട്. ഇത് ഒരു സമയത്തിന് ഇത് നശിച്ചു പോയതായിരുന്നു. പക്ഷെ ഞങ്ങള് അതിനെ ട്രീറ്റ് ചെയ്ത് രക്ഷപ്പെടുത്തി എടുത്തത്. ഇത് പീനട്ട് ബട്ടർ ആണ്. ഇതും ഇത് 2ാമത്തെ 3ാമത്തെ തവണയാണ് കായ്ക്കുന്നത്. ഇത് കായ്ക്കുമ്പോൾ ഭയങ്കരമായിട്ട് കായ്ക്കും. ഭയങ്കരമായിട്ട് നല്ല ഇപ്പം തന്നെ കാണാൻ പറ്റും. ഇത് നല്ല രീതിയിൽ കായ്ക്കും. ഇതാണ് ഇതിന്റെ കായ എന്ന് പറയുന്നത്. ഇത് അതിന്റെ തൊലിയാണ് കഴിക്കുന്നത്. അപ്പൊ ഈ ഒരു പരുവത്തിൽ നമുക്കത് കുറച്ച് ഹാർഡായിട്ട്, പക്ഷെ നന്നായിട്ട് പഴുത്ത് നല്ല പൾപ്പാവും. ഇതിന്റെ ഒരു രസം എന്ന് പറയുന്നത് ഇത് കൂടുതലും എന്താ പറയുന്നത് പക്ഷികൾക്ക് വേണ്ടിയും കൂടെയാണ് ഇട്ടേക്കുന്നത്. ഇപ്പൊ ദിവസം രാവിലെ ഇപ്പം തന്നെ ഇടയ്ക്ക് വെച്ച് എനിക്കൊന്ന് ഒന്ന് പറന്നു പോകുന്നത് കണ്ടത് നമ്മള്. ഇപ്പൊ കിളികൾക്ക് ഇഷ്ടമായി ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ പീനട്ട് ബട്ടർ. അതായത് അതിന്റെ തൊലി പഴുത്ത് വരുമ്പോൾ നല്ല രസമാണ്. അതുകൊണ്ട് കോഴികളും ഒക്കെ കഴിക്കാറുണ്ട്. പിന്നെ കുട്ടികളെ കാണുമ്പോഴാണ് കുട്ടികൾ നന്നായിട്ട് കഴിക്കാറുണ്ട് നല്ല രീതിയിൽ. മാംഗോസ്റ്റീൻ നട്ടിട്ട് എത്ര നാളായി സാറേ? മാംഗോസ്റ്റീൻ നട്ടിട്ട് ഏകദേശം 2 വർഷം കഴിഞ്ഞു. ഈ മാംഗോസിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് മാംഗോസിന് തണലുണ്ടെങ്കിൽ ഒരു 70% തണൽ ആവശ്യമാണ്. ഇപ്പൊ ഈ തണല് നമ്മൾ ആദ്യമൊക്കെ ഷെയ്ഡ് കൊടുത്തിരുന്നു, പ്രോപ്പർ ഷെയ്ഡ് കൊടുത്തിരുന്നു. പിന്നീട് ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു തണൽ അതിനേക്കാൾ നല്ലത് കൊന്ന അടുത്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പൊ കൊന്ന വെച്ച് കൊടുത്താൽ അതിന് നല്ല കിട്ടും. ഇതിനകത്ത് വേറൊരു രസം എന്ന് പറയുന്നത് പലർക്കും അറിയാത്ത കാര്യം, തെങ്ങിനിടയ്ക്ക് തെങ്ങിൻ തോട്ടത്തിൽ നടാൻ പറ്റിയ സാധനമാണ് മാംഗോസിന് ഷെയ്ഡ്. കാപ്പിയും ഇതും തെങ്ങിന്റെ ഇടയ്ക്ക് ധൈര്യമായിട്ട് നടാവുന്നതാണ്. നല്ല രീതിയിൽ ഒരു 7 വർഷം ആകുമ്പോഴത്തേന് 7 വർഷമാകുമ്പോൾ പഴമാവും. പക്ഷെ 200 വർഷം വരെയാണ് ഇതിന്റെ ആയുസ്. അപ്പം കൃഷി ദീർഘകാല വിളയായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ വർഷം 500 രൂപ വരെ പഴത്തിന് വിലയുണ്ടായിരുന്നു. അത് മാത്രമല്ല പഴങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നതാണ്. ഇത് മിറക്കൽ ഫ്രൂട്ട് ആണ്. പലർക്കും അറിയാവുന്നതാണ്. പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ഇതിന്റെ ഒരു കായ കഴിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ അടുത്ത 1 മണിക്കൂർ നേരത്തെ എന്ത് കഴിച്ചാലും, എന്ത് ടേസ്റ്റ് കഴിച്ചാലും അതിന് മധുരമായിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മിറക്കൽ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇത് ഏകദേശം ഒരു 3 മാസം 4 മാസം ആകുമ്പോഴത്തേന് ഒരു ലോട്ട് വരും. അതിന് പൂ വരും. വന്നിട്ട് അത് കായായി മാറിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു 2 മാസം ഗ്യാപ്പ് കഴിയുമ്പോഴത്തേന് അടുത്ത് വരും. അപ്പൊ ഇത് തന്നെ ഇപ്പം നിറച്ച് പൂവായിട്ട് കിടക്കും. ഫുള്ള് പൂവുണ്ട്. ഇത് സുറിനാം ചെറിയാണ്, വിദേശ ഇനമാണിത്. ഇതുവരെ കായ്ച്ചിട്ടില്ല. ഇപ്പം കൊണ്ട് നട്ടിട്ട് 2 വർഷത്തോളം ആകുന്നതേ ഉള്ളൂ. ഇത് കായ്ഫലം ഇതുവരെ വന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് പൂത്തെന്തെങ്കിലും കായായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല വളർച്ചയുണ്ട്. ഇത് തായ് ജാമ്പയാണ്. ഇത് നല്ല സൈസൊത്ത നമ്മളെ ഒരു കശുമാവിന്റെ പഴം എത്ര ഉണ്ടാവും അതേ ടേസ്റ്റിൽ അതേ സൈസിൽ വരുന്നതാണ്. നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ ഇതിന് ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഇത് മഴക്കാലത്താണ് വീഴുന്നെങ്കിലും ടേസ്റ്റ് കുറയും. പൊതുവെ എല്ലാ പഴങ്ങൾക്കുള്ള, പ്രത്യേകിച്ച് ഇവന് മഴ ഇല്ലാത്ത സമയത്ത് പിടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ്. ഇത് ഏത് തരം മാവാണ് സാറേ? ഇത് കർപ്പൂര മാവാണ്. നമ്മുടെ കൊല്ലത്തിന്റെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള കർപ്പൂര മാവാണ് ഇത്. ഇപ്പൊ ഇവിടെ നമ്മൾ സൈഡ് നോക്കിയാണ് മാവ് ഇട്ടേക്കുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും, മാവ് നട്ടേക്കുന്ന ദൂരം എന്ന് പറഞ്ഞാൽ കഷ്ടിച്ചൊരു 3 മീറ്ററേ ഉള്ളൂ. ഇപ്പൊ പലരും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഇത്ര അടുത്ത് നട്ടേക്കുന്നതെന്നുള്ള. ഇതൊരു ഹൈ ഡെൻസിറ്റി മാംഗോ ഫാമിംഗ് ഒരു രീതിയാണ്. ഇതിനെ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ പ്രൂൺ ചെയ്താണ് കൊണ്ടുവരുന്നത്. ഇപ്പൊ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 1.5 അടി പൊക്കത്തിൽ വെച്ചിട്ട് അതിനെ പ്രൂൺ ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് 3 ബ്രാഞ്ചിന് മുമ്പോട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ട് ബ്രാഞ്ച് ആക്കും. അങ്ങനെ കട്ട് ചെയ്ത് ഇതിന്റെ പരമാവധി ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 7 അടി 8 അടി ഉയരത്തിലിറങ്ങുന്നത് കൈകൊണ്ട് പറിക്കാം. അത് മാത്രമല്ല നമുക്ക് ഉള്ള കായ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. കർപ്പൂര മാങ്ങയാണെങ്കിൽ ഇപ്പം തിരക്കാണ്. അതെ. ഇപ്പൊ നമുക്ക് ഒരു ഏകദേശം ഒരു 10-ൽ കൂടുതൽ വെറൈറ്റി നാടൻ വെറൈറ്റിയാണ് ഉള്ളത്. ഇപ്പം പറയാൻ നമ്മുടെ പഴയ കൊച്ചു കിളിച്ചുണ്ടൻ, വലിയ കിളിച്ചുണ്ടൻ, മൂവാണ്ടൻ, കോട്ടൂർ കോണം, നീലമുണ്ട്. നീലം പിന്നെ വിദേശമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതാണ്. നംഡോക്മൈ എന്ന് പറഞ്ഞിട്ട് വെറൈറ്റി ഉണ്ട്. എല്ലാം ഉണ്ട്. പിന്നെ കുളമ്പ് മാവുണ്ട്.
ഏകദേശം നമ്മുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന സകല മാവുകളും വെച്ച് ഒരു കുടക്കീഴിലാക്കി എല്ലാം ഉണ്ട്, എല്ലാ വെറൈറ്റി ഉണ്ട്. ഇപ്പൊ കർപ്പൂര മാവ് ഇപ്പം പൂത്ത് കിടക്കുന്നത്, ഇതിപ്പം പൂക്കേണ്ട സീസൺ അല്ല, സീസൺ മാറി പൂത്തിയത്. അല്ല, ബഡ് ചെയ്തതിന്റെ. അതെ, ഇതാണ് ബറാബ എന്ന് പറയുന്നത്. ബറാബ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നെല്ലിക്കയുടെ അത്രേ കാണുള്ളൂ. ഇത് നല്ല പുളിയും മധുരവും കൂടെ ഉള്ള ഒരു മിക്സ്ഡ് ഫ്രൂട്ട് ആണ്. അത് പഴുത്ത് കഴിഞ്ഞാൽ ആ തൊലിക്ക് ഉള്ളിലിരിക്കുന്നതാണ് അത് കഴിക്കേണ്ടത്, അതിന് പൾപ്പ് കഴിക്കണം. ഒരു ചെറിയൊരു ഗോലിയുടെ അത്ര ഉണ്ടാവും, പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അതെ, അതുപോലെ തന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഇവനാണ് പിന്നെ ഗവർണേഴ്സ് പ്ലം എന്ന് പറയുന്നത്. അതിൽ കുറച്ച് കായ വന്നിട്ടുണ്ട്, സൂക്ഷിച്ച് നോക്കുമെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റും. അത് ഇതും ഏകദേശം ചെറിയൊരു ഗോലിയുടെ അത്രേ ഉള്ളു സാധനം. കിട്ടുമോ? ഇത് പറയുന്നത് ഇതിന്റെ പഴം കഴിച്ചു കഴിഞ്ഞാൽ വിയർപ്പിന് സ്മെല്ല് ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. പഴയ രാജാക്കന്മാർ, പ്രഭുക്കന്മാരും രാജാക്കന്മാരും കഴിക്കുന്ന ഫ്രൂട്ട് ആയിട്ടാണ് ഗവർണേഴ്സ് പ്ലം എന്ന് അറിയപ്പെടുന്നത്. ഇതാണ് മരമുന്തിരി എന്ന് പറയുന്നത്, ജബോട്ടിക്ക പോലെ മരമുന്തിരി. എസ്കാർലറ്റ് ആണ്. ഇതിന്റെ രസം എന്ന് പറയുന്നത് ഇതിന്റെ അടിയിൽ നിന്ന്, മരത്തിന്റെ സൈഡിൽ നിന്ന്, ആ തടിയിൽ നിന്നാണ് ഇത് പൂക്കൾ പൊട്ടി വിടുന്നത്. പൂത്തിട്ടുണ്ട്. ഇതിപ്പോ ഒരു 6-7 പ്രാവശ്യം പിടിച്ചു കഴിഞ്ഞു. ഇത് ആക്ച്വൽ മുന്തിരി തന്നെയാണ്. ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ഡിഫറൻസ് ഒട്ടുമില്ല, ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇത് തടയിൽ പിടിക്കുന്നൊന്നുമില്ല, നന്നായിട്ട് ഇപ്പൊ പൂത്ത് കിടക്കാണ്. അതെ അതെ. ഇത് ബോൾ ടൈപ്പ് ആണ്. ഇത് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ അണ്ടറിൽ കിട്ടിയതാണ്, കൃഷിഭവൻ വഴി കിട്ടിയ തൈയാണത്. ഇപ്പൊ കായ നന്നായിട്ട് ആയി തുടങ്ങിയിട്ടുണ്ട്, കായ പിടിച്ചെടുക്കുന്നുണ്ട്. ഇത് സ്വീറ്റ് സന്തോൾ എന്ന് പറയുന്ന സന്തോളാണിത്. മധുരമുള്ള സന്തോൾ എന്ന് പറയുന്നത്. കാര്യം പുളിപ്പുള്ള സന്തോളുണ്ട്, മധുരമുള്ള സന്തോൾ. ഇത് സ്വീറ്റ് സന്തോളാണ്. ഏതാണ്ട് ഒരു ക്രിക്കറ്റ് ബോളിന്റെ അത്രയും ഉണ്ടാവും ഒരു പഴം. അപ്പം അതിന്റെ പഴം കഴിഞ്ഞ ഒരു സീസൺ. ആ കാണുന്നത് പിന്നെ സീഡ്ലെസ് ലെമൺ ആണ്, കുരുവില്ലാത്ത നാരകം. ഒരുപക്ഷെ വീട്ടിൽ നട്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണിത്. നല്ല രീതിയിൽ കായ്ക്കുകയും ചെയ്യും, നല്ല സൈസൊത്ത കായുമാണ്. അച്ചാറിടാനും പിന്നെ നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കാനും ഒക്കെ പറ്റിയൊരു വെറൈറ്റിയാണ്. പ്ലാവ് എത്ര വെറൈറ്റി? പ്ലാവ് ഏകദേശം ഒരു 10ഓളം വെറൈറ്റി ഉണ്ട്. ഇപ്പം വിയറ്റ്നാം സൂപ്പർ എർലി ഉണ്ട്, അതുപോലെ ഓൾ സീസൺ ഉണ്ട്, പിന്നെ സിദ്ധു എന്ന് പറഞ്ഞിട്ടൊരു സിദ്ധു ജാക്ക, അത് ചുവന്ന്. അത് പറയുന്നത് ഏറ്റവും കൂടുതൽ ലോകത്തിലെ ഏറ്റവും ടേസ്റ്റുള്ള ഒക്കെ എന്നാണ് പറഞ്ഞത്. അത് ഞാൻ കർണാടകത്തിൽ നിന്ന് തന്നെ അതിന്റെ മദർ പ്ലാന്റിന്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് കളക്ട് ചെയ്തുണ്ട്. പിന്നെ മുട്ടൻ വരിക്കയുണ്ട്, നാടൻ വരിക്കയുണ്ട്, ചെമ്പരത്തി വരിക്കയുണ്ട്, എല്ലാം കൂടി ഒരു 10 വെറൈറ്റി കൂടുതൽ പ്ലാവ് ഉണ്ട്. ഇതിനെയും ഹൈ ഡെൻസിറ്റിയിലാണ് വളർത്തുന്നത്. ഇതിന്റെ ഒരുപാട് ഉയരത്തിലേക്ക് പോകാൻ സമ്മതിക്കില്ല, അത് കട്ട് ചെയ്താൽ പ്രൂൺ ചെയ്ത് കളയാം. ഇപ്പം തന്നെ ഇതിനകത്ത് ചക്ക കിടപ്പുണ്ട്. ഇപ്പം ഈ സീസണായിട്ട് ഇപ്പം എൻ്റെ ഓഗസ്റ്റ് ആയിട്ടും ഇതിനകത്ത് വിയറ്റ്നാം സൂപ്പർ എർലിയിൽ ചക്ക കിടപ്പുണ്ടെന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഓൾ സീസണിലും ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്ലാവിലൊക്കെ അതായത് വർഷം മുഴുവനും റൊട്ടേഷൻ വരും. ഇത് റംബുട്ടാൻ ഏത് വിഭാഗത്തിലുള്ളതാണ്? ഇത് N18 ആണ്. N18 നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വരിക്ക എന്ന് പറയും. അതിന്റെ പൾപ്പ് കഴിക്കാൻ നല്ല നമ്മളെ കരിക്ക് കഴിക്കാൻ നമുക്ക് കഴിക്കാം. N18 ആണ്. ഇത് ഇവിടെ 2 മൂടേ ഉള്ളൂ, താഴത്തെ അവിടെ ഒരു 10-30 മൂട് കുറച്ചുകൂടെ കൂടുതൽ ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കായ്ക്കും, നന്നായിട്ട് കഴിഞ്ഞ് ഈ വിളവെടുപ്പ് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 10 കൂടുതൽ ഇത്രയുള്ള ചെടിക്കകത്തുണ്ട്. എല്ലാ ബ്രാഞ്ചസിലും ഇത് എന്റെ ഇതുണ്ടായിരുന്നു, കായുണ്ടായിരുന്നു. ഇതേത് പഴച്ചെടിയാണ്? ഇത് റംബൂട്ടാന്റെ സഹോദരൻ നമുക്ക് പറയാം. ഇത് പുലാസാൻ. ഇത് പുലാസാന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റംബൂട്ടാന്റെ പുറത്ത് മുള്ളുണ്ടെങ്കിൽ പുലാസാന്റെ കായുടെ പുറത്ത് സ്പോഞ്ച് പോലെ ഇരിക്കും. രണ്ടിന്റെയും ഏകദേശം ഫാമിലി ഒരു എനിക്ക് ഒന്നാണെന്നാണ് എന്റെ വിശ്വാസം. കാര്യം അങ്ങനെ പൾപ്പ് ഒരേപോലെയാണ്. ഇത് ബ്രൗൺ നിറത്തില് പഴമുള്ളത്. അതെ അതെ അതെ. പക്ഷേ ഇവരുടെ ഇല തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള പൾപ്പിന്റെ ടേസ്റ്റ് ഏകദേശം സെയിം ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതേത് പഴച്ചെടിയാണ്? ഇത് മൂട്ടിപ്പഴമാണ്. ഈ മൂട്ടിപ്പഴം എന്ന് പറയുന്നത് ശബരിമലയുടെ അത് വെസ്റ്റേൺ ഗാർഡ്സിലുള്ള ഒരു ഫ്രൂട്ടാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ തടിയിലാണ് അതിന്റെ ഫ്രൂട്ട്സ് പഴം പിടിക്കുന്നത്. നല്ല പൾപ്പുള്ള നമ്മുടെ തനി കേരളീയമായ ഒരു വെറൈറ്റി ആണ്. ഇതേത് പഴച്ചെടിയാണ്? ഇതാണ് കെപ്പൽ എന്ന് പറയുന്നത്. കെപ്പൽ നട്ടിട്ട് 2 വർഷമായി, ഫ്രൂട്ട് ആയിട്ടില്ല ഇതുവരെ. എനിക്ക് തോന്നുന്നത് ഒരു വർഷം കൂടെ കഴിയുമ്പോഴത്തെ 1-2 വർഷം കഴിയുമ്പോഴത്തേന് കെപ്പൽ ഫ്രൂട്ട് ആകുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇതിന്റെ 2 തൈയുണ്ട്. എല്ലാത്തിനും ഈ 2 എണ്ണം വെച്ചിട്ടുണ്ട്. അത് എപ്പോഴും പേരായിരിക്കും നല്ലതാണ്. കാര്യം അതിന്റെ പരാഗണം മറ്റത്തിന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണമെങ്കിൽ ഒരു പ്ലാന്റ് കൂടെ ഉള്ളത് നല്ലതാണ്. ഇതേത് വിഭാഗത്തിലെ പേര്? ഇത് അർക്കാകിരൺ എന്ന് പറയുന്ന വെറൈറ്റി ആണിത്. നമ്മുടെ നല്ല തനി മലയാളത്തിൽ പറഞ്ഞത് കിലോ പേരാന്ന് പറയും. വലിയ സൈസാണ്. പിന്നെ അർക്കാകിരൺ എന്ന പേര് വരാൻ കാരണം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ സൂര്യോദയത്തിൽ വരുന്ന ആ സൂര്യന്റെ ചുവപ്പ് നിറമാണ് ഇതിനുള്ളിൽ. അതുകൊണ്ട് അർക്കാകിരൺ എന്ന് പറയുന്നത് പ്രഭാത സൂര്യൻ. കിലോ പേര് തന്നെയാണിത്. ഇത് കാ പിടിപ്പം ഇത് എനിക്ക് തോന്നുന്നു 1 വർഷത്തിൽ കൂടുതലേക്കാം കായുണ്ട്, നന്നായിട്ട് കാ വരുന്നുണ്ട്. ഈ കാണുന്നതാണ് മരയാപ്പിൾ എന്ന് പറയുന്നത്. ഇതും കൃഷിഭവൻ വഴി കിട്ടിയതാണ്.
കാ പിടിച്ചിട്ടില്ല. ഇതിനെ കണ്ടാൽ ഒരു ഏകദേശം ഒരു രാജസ്ഥാനിലൊക്കെ ഡെസേർട്ട് ഏരിയയിൽ പിടിക്കുന്ന മരം പോലെയാണ് പോകുന്നത്. മുള്ളുണ്ട്, നല്ല മുള്ളുണ്ട്. ഈ കാണുന്നതാണ് സിദ്ധു ജാക്ക്. ഇത് കർണാടക, ഞാൻ മുന്നേ പറഞ്ഞതാണ്, കർണാടകത്തിൽ തുംകൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതിൻ്റെ ഒരു സിദ്ധരാമയ്യയുടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് വാങ്ങിക്കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത ചുവട്ടിൽ നിന്ന് അത് പടലായിട്ടാണ് പോകുന്നത്. മറ്റുള്ള അത് തടി വിരിഞ്ഞാണ് പോകുന്നെങ്കിൽ ഇതിന് ചുവട്ടിൽ നിന്ന് തന്നെ സ്പ്രെഡായിട്ട് നന്നായിട്ട് പടർന്നായിട്ടാണ് പോകുന്നത്. ഇത് ഫ്രൂട്ട് വെറൈറ്റി എന്ന് പറയുന്നത് അച്ചാച്ചെറു എന്നാണ് ഇതിൻ്റെ പേര്. 2 പ്ലാന്റ് ഉണ്ട്. ഇത് കായായിട്ടില്ല, സമയം എടുക്കുമെന്നാണ് ഞാൻ അറിയുന്നത്. വായിച്ചിടത്തോളം ഇത് കുറച്ചുകൂടെ സമയം എടുത്തിട്ട് കായ്ക്കുള്ളൂ, പക്ഷെ നല്ല രീതി വരുന്നുണ്ട്. ഇനി ഒരു മരം കൂടെ കാണിച്ചു തരാം. അച്ചാച്ചോറിന് തൊട്ടിപ്പുറത്ത് നിൽക്കുന്നതാണ് അബിയു. ആ കാണുന്നതാണ് അബിയു 2 മൂടുണ്ട്. എല്ലാത്തിന്റെ ഈ 2 മൂട് വെച്ചിട്ടുണ്ട്. ഇതില് കാ കിട്ടി, ഒരു കാ കിട്ടി. 2 വർഷമായപ്പോഴേക്കായി. നല്ല ഫ്രൂട്ടാണ്, നല്ല മധുരമുള്ള ഫ്രൂട്ടാണ്. അതിന്റെ ഒരു പ്രത്യേകത സീഡ്ലിങ്സ് വഴിയാണ് കൂടുതൽ, ബഡല്ല. കാര്യം അതിനുള്ളിൽ, കായ്ക്കുള്ളിൽ ഒരു നല്ല നീളമുള്ള ഒരു വിത്ത് ഉണ്ടാവും. അതാണ് ഇതിന്റെ നമ്മളെ മെയിൻ ആയിട്ട് വരുന്നത്. ഇത് ഓറഞ്ച് അല്ലേ സർ? ഇത് ഓറഞ്ചാണ്. പിടിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഓറഞ്ച് പഴം കിട്ടി. തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് നാരകമാണ്. ഇത് കണ്ട 2 തമ്മിൽ അറിയാൻ ഭയങ്കര വ്യത്യാസമാണ്, ബുദ്ധിമുട്ടാണ്. തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. വ്യത്യാസം ഓറഞ്ച് അറിയാം. അത് അങ്ങനെ വന്നിട്ട് നമ്മൾ ആദ്യം പോലെ ടാഗ് ചെയ്താണ് കൊണ്ടുപോകണം. ഇത് ഞാൻ പാലായിൽ നിന്ന് കൊണ്ടുവന്ന കാപ്പിയാണ്. ചിലതിലെല്ലാം കാപ്പി കുരു പിടിച്ചിട്ടുണ്ട്. ഞാൻ കാപ്പി പിടിച്ചാണ്. 2 വർഷം ആയില്ല, 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ തന്നെ എല്ലാം നന്നായിട്ട് പൂത്തിരുന്നു. കുറെ ചെടികളിലെങ്കിലും കാപ്പിക്കുരു പിടിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് പിന്നെ റെയിൻ ഫോറസ്റ്റ് പ്ലം എന്ന് പറയാം, പ്ലം വെറൈറ്റി ആണ്. ഇത് കായ ആയിട്ടില്ല. ഞാൻ ഒരു നഴ്സറിയിൽ നിന്ന് തപ്പിക്കൊണ്ട് വന്നതാണ് ഈ സാധനം. പിടിക്കും. കറക്റ്റ് കയറുന്നുണ്ട്. ഇത് പാഷൻ ഫ്രൂട്ട് ആണ്. ഗ്രീൻ വെറൈറ്റിയിലാണ്. ഗ്രീൻ അത് പഴുത്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു മഞ്ഞ നിറമാവും. ഇത് തേക്കിൽ നന്നായിട്ട് കയറ്റിയും കുട്ടിയേക്കാണോ. അപ്പൊ തേക്കാകുമ്പോഴത്തേനും ഒരു ഗുണം, തേക്കിന് അത് ഹോൾഡ് ചെയ്യാനുള്ള ബലമുണ്ട്, നല്ല ബലം ഉണ്ടായത്. പന്തലിടേണ്ട കാര്യമില്ല. ഇത് പഴുക്കുമ്പോൾ തനിയെ താഴെ വീണോളൂ. ഇതിന് അവകാശികൾ ഒരുപാട് പേരുണ്ട്. കിളികൾ ധാരാളം ഉണ്ട്, അണ്ണാനുണ്ട്. എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോഴും മറ്റു പഴങ്ങളെ അവർ ആക്രമിക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഇല്ലാതില്ല, എന്നാലും കുറവായിരുന്നു. ഇത് നാരകത്തിന്റെ വെറൈറ്റിയിൽ വരുന്ന ആ ഫാമിലിയിലുള്ള ആളാണ്. ഇത് പലരും കഴിച്ചിട്ടുണ്ടാവും. ഇത് മൊസാമ്പി കാ പിടിച്ചിട്ടുള്ള ഒരു പലരുടെയും ചോദ്യം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ പിടിക്കുന്നു, നാട്ടിൽ തീർച്ചയായിട്ടും പിടിക്കും. ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല. ഇത് നാരകത്തിന്റെ അതേ വെറൈറ്റിയിൽ ഫാമിലി വരുന്നതാണ് മൊസാമ്പി. ഇതാണ് ദുരിയാൻ. ദുരിയാൻ വിദേശ ആണ്. ഇതിനെ കുറിച്ച് പറയുന്നത് ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ളൊരു ഫ്രൂട്ട് വെറൈറ്റി ആണ്. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന ടേസ്റ്റ് ലൈക്ക് എ ഹെവൻ, സ്മെൽ ലൈക്ക് എ ഹെൽ എന്നാണ്. അതിന് പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലും കൂടിയാണ്. പക്ഷെ ആ സ്മെല്ല് സഹിക്കാൻ പറ്റി കഴിക്കാമെന്നുണ്ടെങ്കിൽ ഏറ്റവും ടേസ്റ്റ് ഉള്ള സാധനം. അതായത് പഴം എടുക്കുമ്പോൾ സ്മെല്ലുണ്ടായിരിക്കും, നല്ല മധുരമുള്ള സാധനം. ഈ കാണുന്നതാണ് മാങ്കോയുടെ വെറൈറ്റിയിൽ തന്നെ വരുന്ന മാപ്രാങ് എന്ന് പറയുന്ന ഒരു മാപ്രാങ് മാപ്രാങ് എന്നാണ് അതിന്റെ പേര്. ഈ കാണുന്നതാണ് നമ്മുടെ കൊടംപുളി, നാടൻ കുടംപുളി. ഇത് ഒരു പുതിയ ഒരു വിദേശ ഇനമാണ്. കേസൂസു എന്നാണ് ഇതിന്റെ പേര്. അതെ. ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ വെറൈറ്റി കേൾക്കുന്നത് വാങ്ങിക്കൊണ്ടുവന്ന്. ഫ്രൂട്ട് ആയിട്ടില്ല, ഫ്രൂട്ട് പ്ലാന്റ് ആണ്. ഇത് കാപ്പി 1 വർഷമായ കാപ്പിയാണ്. ഇപ്പം കാപ്പി കുരു ആയിട്ടുണ്ട്, നന്നായിട്ട് പൂത്തിരുന്നു. പക്ഷെ അത്രയും പൂവ് കായല്ലേ എത്തിയില്ലെങ്കിലും കായ ഉണ്ട്. ഇപ്പം കാപ്പിക്കുരു കൊണ്ട് തരാണ്. ഇത് കോവ എന്ന് പറയും, കോവ ഫ്രൂട്ടാണിത്. ഇതും കായായിട്ടില്ല, വെച്ചിട്ട് ഏകദേശം 1 വർഷം ആയിട്ടില്ല. വിദേശിയാണ്. ഇതാണ് സജീവ് സാറിന്റെ മുന്തിരിത്തോട്ടം. ഇത് 4 വെറൈറ്റി മുന്തിരി ഉണ്ട്. റെഡ് ഉണ്ട്, പിന്നെ തനി പച്ചയുണ്ട്, പിന്നെ പർപ്പിൾ കളറുണ്ട്. എല്ലാം കൂടെ 4 വെറൈറ്റിയുടെ ഈ 2 എണ്ണം വെച്ചിട്ടുണ്ട്. ഇപ്പം പലതിലും കാവുന്നുണ്ട്. ഇപ്പം നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കായായി കിടപ്പുണ്ട്. മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ കായ ഉണ്ട്. ഇതാണ് സജീവ് സാറിന്റെ നൂതനമായ കുരുമുളക് കൃഷി രീതി. അതായത് മരമില്ലാത്തവർക്കും നമുക്ക് കൈയെത്തുന്ന പൊക്കത്തിൽ കുരുമുളക് കൃഷി ചെയ്യാം. ഇത് നമ്മൾ ഇത് എഗൈൻ ഒരു വിദേശ രീതിയിലാണ് ഇത് നടന്നത്. ഹൈ ഡെൻസിറ്റിയിൽ നടന്നതാണ്. അപ്പൊ ഇങ്ങനെ തൂണിൽ നടന്നുകൊണ്ട് 2 ഉപയോഗമുള്ളത്. ഒന്ന്, നമ്മൾ തൂണിലിന്റെ കൂടെ ചേർക്കുന്ന തൈകള് നമ്മൾ എന്ത് വളം ഇടുന്നോ അത് മാത്രമേ പിടിക്കത്തുള്ളൂ. അതേസമയം നമ്മൾ പിന്നെ ഒരു പ്ലാന്റിന്റെ കൂടെയാണ് വെക്കുന്നത്, അല്ലെങ്കിൽ ഒരു മരത്തിലാണ് വെക്കുന്നെങ്കിൽ ഒരു 80% വളം മരമായിരിക്കും. ഇതിന്റെ വളർച്ച ചെറുതായി. ഇതിപ്പോ ഇത് ഏകദേശം 12 അടി പൊക്കമുള്ള തൂണ. ഇപ്പം അത് 15 അടി തൂണായിരുന്നു, 3 അടി താഴെ പോയിട്ട് 12 അടി പൊക്കമുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് 2 വർഷം ആയിട്ടില്ല, അതിന് മുമ്പേ 12 അടി പോയിട്ടുണ്ട്. അത് മാത്രമല്ല
കാണാം നന്നായിട്ട് തിരി വീണിട്ടുണ്ട്. ഇത് ഏത് വിഭാഗം? ഇത് കരിമുണ്ട. അപ്പൊ കൃഷിക്ക് അനുയോജ്യമായ തീർച്ചയായിട്ടും ചെയ്യാവുന്നേ ഉള്ളൂ. കാര്യം 2 വർഷം കിട്ടുമല്ലോ കുരുമുളകിന് ഒരിക്കലും നല്ല രീതി. അതായത് ഞാൻ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഈ 15 അടിക്ക് 20 അടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 അടി കൂടി ഉയരത്തിലേക്ക് കിട്ടുക. നമ്മൾ പറിക്കുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, പക്ഷെ നല്ല രീതിയിൽ കിട്ടും. പക്ഷെ അത് അതെ ഹൈറ്റ്. അപ്പം പലരും പറയുന്നത് ഇത് പറിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് ഹൈറ്റിൽ കുറച്ച് നിർത്തുന്നത്. പക്ഷെ 20 അടി വരെ വെച്ചാൽ അത് കുറെ കൂടെ നല്ലത്. കുറ്റി കുരുമുളകിനേക്കാളും എപ്പോഴും നല്ലത് നീളത്തിൽ പോകുന്നത്. ഇതാണ് മട്ടോവ മരം ചെടിയത്. നല്ല ഫ്രൂട്ട്സ് ഉള്ളതാണ്. ഇപ്പൊ പൂക്കായായി വരുന്ന ഒരു സീസണാണത്. ഈ കാണുന്ന ചെടിയാണ് കെൽഡാൻ എന്ന് പറയുന്നത്. വിദേശമാണ്. കാ പിടിച്ചിരുന്നു ഇപ്രാവശ്യം വന്നതിന് ശേഷം. പിന്നെ സിവിയർ മഴയായതുകൊണ്ട് അതിന്റെ പൂവെല്ലാം പോയി, കായാണ്ട് അതിന്റെ പോയിട്ടുണ്ട്, പൊഴിഞ്ഞു പോയി. പക്ഷെ നന്നായിട്ട് പിടിക്കുന്നത്, നല്ല രീതിയിൽ കാ പിടിക്കുന്ന ഒരു മരമാണ്. ഇത് ബേറാപ്പിൾ, വലിയ ബേറാപ്പിളാണ്. ഏകദേശം ഒരു 40-50 ഗ്രാമോളം വരുന്ന ബേറാപ്പിളാണ്. നല്ല രീതിയിൽ കായ്ക്കുകയും ചെയ്യും. ഈ കാണുന്നതാണ് മുന്തിരിപ്പേര. അതായത് ഒരു കൊലയിൽ ഒരുപാട് കാ വരും, എണ്ണം വരും, പക്ഷെ ചെറുതാണ്, നല്ല ടേസ്റ്റാണ്. പക്ഷെ ഇതിന്റെ ഒരു ചെറിയൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇത് നമുക്കല്ല കിട്ടുന്ന കിളികൾക്കാണ്. അവരാണ് ഇത് ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്നത്. ഈ കാണുന്നതാണ് ചുവന്ന അഗസ്ത്യച്ചീര. ഇത് പ്രത്യേകിച്ച് അഗസ്ത്യച്ചീരയുടെ ഗുണം എന്ന് പറഞ്ഞാൽ ഉദര രോഗങ്ങൾക്ക് ഏറ്റവും പറ്റിയ സാധനമാണ്. ഇത് ചെറുതായിട്ട് തോരൻ വെച്ച് കഴിക്കുകയാണെങ്കിൽ വയറുവേദന, ഗ്യാസ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പണ്ട് മുതൽക്കേ അറിയപ്പെടുന്ന സാധനമാണ്. ഇത് ഏത് പഴമാണ് സാർ? ഇത് പഴമല്ല, ഇത് ഔഷധ ചെടിയാണ്. ഇതാണ് മഹക്കോട്ട ദേവ എന്ന് പറയുന്നത്. രാജകൊട്ടാരങ്ങളിലെ മഹക്കോട്ട ദേവയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ തൊലി ഇളക്കി ഉണക്കി നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഡയബറ്റിക്കാർക്ക് നല്ലതാണ്. ഇതൊരു ഔഷധ ചെടിയാണ്. ഇത് ഏത് മൾബറി വിഭാഗത്തിലാണ്? ഇത് ബ്രസീലിയൻ മൾബറിയാണ്. ബ്രസീലിയൻ മൾബറി എന്ന് പറയുന്നത് നല്ല നീളമുള്ള മൾബറിയാണ്, നല്ല ടേസ്റ്റുമാണ്, മധുരം കൂടുതലുള്ള മൾബറിയാണ്. ഇപ്പം കാ വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് പിസ്ത. അപ്പൊ പിസ്ത മരം കണ്ടിട്ടില്ലാത്തവരൊക്കെ കാണാവുന്നതാണ്. ഇതാണ് നമ്മൾ വാങ്ങി കഴിക്കുന്ന പിസ്ത, അതിന്റെ മരം. ആ കാണുന്നത് ആദ്യം ഫ്രണ്ടിൽ പൈനാപ്പിൾ ഉണ്ട്. അത് പ്രത്യേകിച്ച് വാഴക്കുളത്ത് നിന്ന് കൊണ്ടുവന്ന വാഴക്കുളം പൈനാപ്പിളാണ്. കേരളത്തിന്റെ ബ്രാൻഡഡ് ഐറ്റമാണ്. അതുപോലെ തന്നെ കരിമ്പുണ്ട്. ഇത് ചെറുതേനാണ്. ചെറുതേൻ്റെ 10 കൂട് നമുക്കുണ്ട്. എല്ലാവർക്കും, അത് പ്രത്യേകിച്ച് ഒരുപാട് വസ്തുവൊന്നും ഇല്ലാത്തവർക്കും വളർത്താൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് ഈ ചെറുതേൻ കൃഷി എന്ന് പറയുന്നത്. ഇത് ഒരു വർഷം ഒരു 10 കൂടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 2 മുതൽ 3-3.5 കിലോ വരെ ഇതിൻ്റെ തേൻ കിട്ടും. തേനിന് നല്ല വിലയാണ്. നാടൻ ചെറുതേന് ഏകദേശം ഒരു 2500 രൂപയെങ്കിലും ഒരു ലിറ്ററിനുണ്ട്. ഒരു 200-300 കിലോ എങ്ങനെയാലും കിട്ടും. ഇത് കൃഷിഭവനിൽ നിന്ന് നമുക്ക് കിട്ടും. വിത്താണ്. വിത്ത് നമ്മൾ നേരിട്ട് മണ്ണിൽ അപ്ലൈ ചെയ്യണം. കുരിപ്പിക്കാൻ നിർത്തത്തില്ല, നേരിട്ട് തന്നെ അത് മണ്ണിലിട്ടിട്ട് അതിന് ജൈവവളം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഗോമൂത്രവും അതിൻ്റെ ഇതായിട്ടും പിന്നെ കോഴിവളവും മറ്റെല്ലാം കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല നമ്മൾ ഇതിനകത്ത് ഒരു കെമിക്കലും എടുത്തിട്ടില്ല. ഒരു കെമിക്കൽ തുടത്ത് പോലും ഇല്ല. ഇത് സജീവ് സാറിന്റെ ആപ്പിൾ തോട്ടമാണ്. കൊല്ലത്തും ആപ്പിൾ പിടിക്കും എന്നുള്ളതിന് ഉദാഹരണമാണ് സജീവ് സാർ. ഈ ആപ്പിളിൻ്റെ ഒരു രസകരമായ കഥയുണ്ട്. ഇത് ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂർ എന്ന് കൊണ്ടുവന്ന ആപ്പിളാണ്. ഞാൻ പഞ്ചാബിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഇത് കൃഷി ചെയ്യുന്ന കർഷകൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത്. ഇത് 3 വെറൈറ്റി ഉണ്ട്. അന്ന എന്ന് പറഞ്ഞിട്ട് വെറൈറ്റി ഉണ്ട്, ഒരു ഗോൾഡൻ ഡോർസെറ്റ് ഒന്നുണ്ട്, HRMN 19 ഉണ്ട്. ഇത് 3-നും 3 കളറാണ്. ഗ്രീനാണ് ഒരെണ്ണം യെല്ലോ ആണ്, ഒരെണ്ണം നമ്മൾ സാധാരണ റെഡിഷ് കളറിൽ വരുന്നതാണ്. കാ പിടിച്ചു. തീർച്ചയായും ഇത് ശ്രമിച്ചാൽ ചെയ്യാം. ഇത് മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഇത് 47 ഡിഗ്രി വരെ സസ്റ്റെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ 40 മുകളിലുണ്ടെങ്കിലും ഇത് പിടിച്ചു തോന്നും. കാരണം ഇവിടെ ഇപ്പം ഞാൻ ഡ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ വെള്ളത്തിന് സപ്ലൈ ചെയ്ത് പോകണം ആ സമയത്തിന്. പക്ഷേ ഇവൻ നന്നായിട്ട് പിടിച്ചിരിക്കും, നന്നായിട്ട് പൂക്കുന്നുണ്ട്. ഇപ്പം നല്ല ഇത് മൊത്തം 3-ന്റെ 30 മൂടുണ്ട്. അങ്ങനെ 30 മൂട്. വളരെ സന്തോഷമുണ്ട് ഇത് കാണുന്നത്. ഇതെല്ലാം ഡ്രിപ്പ് കണക്ഷനിൽ കിടക്കുവാണ്. പിന്നെ ഈ പുല്ലുണ്ട്, പുല്ലെല്ലാം ഇനി അരിഞ്ഞ് ഇതിന് തന്നെ വളമായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ സീസൺ കഴിയുമ്പോഴത്തേന് ഏതാണ്ട് ഡിസംബർ ആകുമ്പോഴത്തേന് നമ്മൾ പിന്നെ തണ്ണിമത്തന് ഇടും. കഴിഞ്ഞ പ്രാവശ്യം തണ്ണിമത്തന് ഇട്ടിരുന്നു. തണ്ണിമത്തന് 2 വെറൈറ്റി, പിന്നെ റെഡ് ഇട്ടിരുന്നു, പിന്നെ യെല്ലോ ഇട്ടിരുന്നു, മഞ്ഞ ഇട്ടിരുന്നു. നല്ല രീതിയിൽ വിൽക്കാൻ കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ജൈവ കൃഷി ആയതുകൊണ്ട് ഇതിന് പ്രത്യേകം ഡിമാൻഡുണ്ട്.
എനിക്ക് തോന്നുന്നു ഒരു 10 സെൻറ്റിൽ ഇട്ടയാണ്. എന്നാലും ശരിയാണ് 10-30,000 രൂപയുടെ വിളവ് തണ്ണിമത്തൻ വിറ്റ് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെ 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 അതെ. കാര്യം നല്ല വെയിൽ വേണം. തണ്ണിമത്തന് വെള്ളവും വളവും വെയിലും കൂടെ മതി. ഇത് മുരിങ്ങ നട്ടിട്ട് 1 വർഷം കഴിഞ്ഞു, ഒരു സീസൺ കഴിഞ്ഞു. എൻ്റെ നമ്മൾ പറിച്ചതിന് ശേഷം പലരും ചെയ്യാത്തൊരു പ്രശ്നമാണ്, പ്രൂണിങ് ചെയ്തില്ല. മുരിങ്ങ എന്നാലും ശരി തന്നെ വെട്ടി തന്നെ വളർത്തണം. അത് ഗ്രൗണ്ടിൽ നിന്ന് ഏകദേശം 1 മീറ്റർ ഉയരത്തിൽ വെച്ചിട്ടായിരിക്കണം മുരിങ്ങയെ വെട്ടേണ്ടത്. വെട്ടി അത് പുതിയ തളിര് വരണം. അതിനനുസരിച്ച് അതിനകത്ത് പൂക്കളും കായും കിട്ടി. ആ കാണുന്നതാണ് മുരിങ്ങയുടെ ഫ്രണ്ടിൽ കാണുന്ന സാധനമാണ് നമ്മൾ തമാശക്കെങ്കിലും പറയുന്ന ആനവായിൽ അമ്പഴങ്ങ എന്ന് പറയുന്ന അമ്പഴങ്ങ. ഈ അമ്പഴം എന്ന് പറയുന്നത് അച്ചാറിടാൻ ഏറ്റവും നല്ല സാധനം. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് വീട്ടിൽ ഉണ്ടായിരുന്നൊരു സാധനമാണ്. ആ കാണുന്നത് റെഡ് ലേഡി പപ്പായാണ്. സാധാരണ റെഡ് ലേഡി പപ്പായ ഒരു സീസണെ പിടിക്കുന്നതാണ് പറയപ്പെടുന്നത്. ഒരു സീസൺ കഴിഞ്ഞു, നല്ല സൈസത്തെ കായുള്ള ഒരു സീസൺ കഴിഞ്ഞു. ഇപ്പോൾ 2ാമത്തെ സീസണിലേക്ക് വന്നേക്കാണത്. ഈ വർഷം എങ്ങനെ പോകുന്നത് നോക്കട്ടെ. സാധാരണ ഇതിൻ്റെ ഈ റെഡ് ലേഡിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത്, ഇത് നമുക്ക് പഴുത്തിട്ട് പറിച്ച് വെച്ചിരുന്നാലും കുറേ നാൾ ഇരിക്കും, പെട്ടെന്ന് അഴുകിപ്പോയില്ല. മറ്റ് നാടൻ പപ്പായ അപേക്ഷിച്ച് റെഡ് ലേഡി കുറേ നാൾ നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ പനി മറ്റുള്ള അസുഖങ്ങളൊക്കെ വരുന്ന പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ കുറയുന്ന ആൾക്കാർക്ക് ഇത് വളരെ ഉപയോഗമുള്ള സാധനം. നല്ല ഡിമാൻഡുണ്ട്. ഈ കാണുന്നത് ഒരു ഓൾ സീസൺ മുരിങ്ങയാണ്. സാധാരണ മുരിങ്ങ ഒരു സീസണിലേ കായ്ക്കൂ, പക്ഷേ ഇത് ഉണ്ട്. ഇതൊരു വർഷത്തിൽ എങ്ങനെയായാലും ഒരു 3-4 പ്രാവശ്യം കായ്ക്കും. ഇത് നമ്മുടെ ചെറുനെല്ലൂർ ഹൈസ്കൂളിൽ ജോലിയുള്ള എൻ്റെ ഒരു സുഹൃത്ത്, ഒരു അധ്യാപകൻ അനിൽകുമാർ സാറ് തന്നെയാണിത്. ഇത് അസോളോ പായൽ വർഗത്തിൽപ്പെട്ടാണ്, പലർക്കും അറിയാം. ഇത് പ്രത്യേകിച്ച് കോഴികളുടെ ഇഷ്ടപ്പെട്ട ആഹാരമാണ്. അതിലുപരി കോഴികളുടെ മുട്ട ഉൽപ്പാദനത്തിന് വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ഈ അസോള എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം അസോള കൊടുത്തു കഴിഞ്ഞാൽ 3ൻ്റെ അന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ മുട്ടയുണ്ടാവും. അപ്പോൾ ഈ ചുരുങ്ങിയ 2 വർഷത്തിനുള്ളിൽ ഇത്രയും മഹത്തരമായൊരു സാമ്രാജ്യം, കൃഷിയുടെ സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്ത സാറിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. വളരെ നന്ദി. പ്രത്യേകിച്ച് നിങ്ങളുടെ ടീം ഇവിടെ വന്ന് കണ്ടതിലും. കാരണം ഇതുമൂലം ലോകം കുറച്ച് കാര്യങ്ങൾ അറിയട്ടെ എന്നൊക്കെയാണ്. പലർക്കും ഇതിന്ന് മോട്ടിവേഷൻ ഉണ്ടാകണം. പ്രത്യേകിച്ച് കുരുമുളകും കാര്യങ്ങളൊക്കെ. ഞാൻ ആപ്പിളൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കുരുമുളകും പറ്റുന്ന കാര്യം. അതുപോലെ തന്നെ പച്ചക്കറി നമ്മൾ എന്തിന് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിഷമടിച്ച പച്ചക്കറികൾ കഴിക്കുമെന്ന് എനിക്ക് മനസ്സിലാവില്ല. നമുക്ക് ചെയ്യാം. ഇപ്പം കുറച്ച് ടെറസ് ഉള്ളവരോ ഒക്കെ ആണെങ്കിൽ അവർക്ക് ടെറസിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇത് അതെ. അതുപോലെ തന്നെ ഈ കുരുമുളകും കാര്യങ്ങളൊക്കെ നമുക്ക് സുഖമായിട്ട് ചെയ്യാവുന്നതല്ല. ഒരു 10 കോഴി വളർത്തി കഴിഞ്ഞാൽ കോഴിമുട്ട വീട്ടിലുണ്ടാവും. അതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. സാറ് തോട്ടത്തിൽ എത്ര സമയം ചെലവഴിക്കും? ഞാൻ രാവിലെ ഒരു 6-6:15 തോട്ടത്തിൽ വരും. ബ്രേക്ക്ഫാസ്റ്റ് വരെ ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഒരു ആവശ്യമുള്ളപ്പോൾ പൊതുവെ ഒരു 3:30-4 മണിയാകുമ്പോഴത്തേന് വരും. 4 മണിയാകുമ്പോൾ ഒരു 6 കോഴികളെല്ലാം അടയ്ക്കുന്നവർ 6 മണി വരെ ഉണ്ടാവും. പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ല തോട്ടം നോക്കുന്നത്, അതുകൂടെ പ്രത്യേകിച്ച് പറയാം. കാരണം തോട്ടം നോക്കാനായിട്ട് എൻ്റെ ഒരു ജ്യേഷ്ഠന് തുല്യമായ ആളുണ്ട്, റഹിമണ്ണുണ്ട്. ഞാൻ റഹിമണ്ണെ പരിചയപ്പെടുത്താം. റഹിമണ്ണ, ഇത് റഹിമണ്ണൻ കരിങ്ങന്നൂർ നിവാസി തന്നെയാണ്. ഈ തോട്ടത്തിന് അടുത്ത് തന്നെയാണ് വീട്. സത്യത്തിൽ ഈ തോട്ടത്തിൻ്റെ ഹോൾ ഇൻ ആൾ എന്താ പറയുന്നത്, കംപ്ലീറ്റ് കാര്യങ്ങൾ എന്നെക്കാളും കൂടുതൽ അറിയാവുന്നത് റഹിമണ്ണാണ്. ഇപ്പോൾ കോഴികളുമായിട്ട് റഹിമണ്ണുള്ള ഭയങ്കര ഒരു ആത്മീയ ബന്ധം കൂടിയാണ് അവരുമായിട്ട്. അണ്ണൻ്റെ തോളത്ത് കയറിയിരിക്കും, അണ്ണൻ്റെ കൂടെ വന്ന് കൊത്തും. പിന്നെ അണ്ണനാണ് സത്യത്തിൽ രാവിലെ മുതൽ വൈകുന്നേരം ഒരു 6 മണി വരെ തോട്ടത്തിൽ അണ്ണൻ തന്നെയാണ്. പിന്നെ രാത്രി വന്നൊന്ന് നോക്കിയിട്ട് അങ്ങ് പോകും. അപ്പം അണ്ണനാണ് ഫുൾ ടൈം ഇവിടെ തോട്ടത്തിലുള്ളത്. സന്തോഷം. അപ്പൊ സാറിന് റിട്ടയർമെന്റിൽ വിശ്രമമേ ഇല്ല. സത്യത്തിൽ ഇപ്പൊ റിട്ടയർ ആയില്ല, ഇപ്പോഴാണ് ആക്റ്റീവ് ആയത്. മുമ്പ് ആക്റ്റീവ് ആയിരുന്നല്ലോ, ഇപ്പം ഫുൾ ആക്റ്റീവ് ആയത്. വളരെ സന്തോഷമല്ലേ കൃഷി? നല്ല, തീർച്ചയായിട്ടും. കാര്യം ഇവിടെ വന്ന് ഈ മരങ്ങളുടെ കൂടെയും അതുപോലെ തന്നെ കോഴികളുടെയൊക്കെ ഒരു നല്ല ഫ്രണ്ട്ലി ആയിട്ട് പോകും. നല്ല സന്തോഷം. രാഷ്ട്ര സേവനത്തിനൊപ്പം മഹത്തരമാണെന്ന് കൃഷിയെന്ന് അക്ഷരാർത്ഥത്തിൽ നമ്മെ കാണിച്ചു തന്ന റിട്ടയർഡ് കേണൽ സജീവ് സാറിനിരിക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്. വളരെ നന്ദി. കൃഷിയിലേക്ക് കടന്നു വരുവാൻ ഏവർക്കും പ്രചോദനമാകും റിട്ടയർഡ് കേണൽ സജീവ് സാറിനെ പോലെയുള്ള രാജ്യസ്നേഹികൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും. ഇതിൻ്റെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.